നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കയ്യടികളും ആർപ്പുവിളികളും ഒക്കെയായി VDS ഏറെ പ്രതീക്ഷ നൽകിക്കൊണ്ട് പുത്തൻ പ്രഖ്യാപനങ്ങളുമായ ഒരു മാസ് എൻട്രിയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇനി മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും ഉറ്റുനോക്കുകയാണ് ജനങ്ങളും പ്രതിപക്ഷവും എല്ലാം. മന്ത്രിമാരുടെ വകുപ്പ് വിഭജനം സംബന്ധിച്ച വിജ്ഞാപനം അങ്ങനെ നീളുകയാണ്. ചില വകുപ്പുകളിൽ ഇനിയും തർക്കം തീർന്നിട്ടില്ല, അതാണ് പ്രശ്നം. അതൊക്കെ പരിഹരിച്ചിട്ട് വേണം ഇനി ഭരണം. എന്തായാലും ഇന്നത്തെ വാർത്തകൾ എന്തൊക്കെയെന്ന് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. VD സതീശൻ മന്ത്രിസഭയിൽ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ വിജ്ഞാപനം നീളുന്നു. ഫിഷറീസ് ലീഗിന് നൽകുന്നതിൽ കോൺഗ്രസിൽ എതിർപ്പെന്ന സൂചന. ഫിഷറീസ് വകുപ്പ് തന്നാലേ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകൂ എന്ന നിലപാടിൽ ലീഗ്. സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയെന്ന കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ കാസർഗോഡ് തീരമേഖലയിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിനും ഡീസലിനും 90 പൈസ വീതം കൂടി. ഒരാഴ്ചക്കിടെ വില കൂടുന്നത് 2ാം തവണ. രാജ്യത്ത് ഇന്ധനക്ഷാമമില്ല എന്നാവർത്തിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലേക്കുള്ള ഇന്ധനവുമായി ഒരു കപ്പൽ കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നു. യുഎസിലെ സാന്റിയാഗോയിൽ ഇസ്ലാമിക് സെന്ററിൽ വംശീയാക്രമണം. സുരക്ഷാ ജീവനക്കാരനടക്കം 3 പേർ കൊല്ലപ്പെട്ടു. 2 അക്രമികൾ സ്വയം വെടിവെച്ചു മരിച്ച നിലയിൽ. ഇറാനെ 24 മണിക്കൂറിനകം ആക്രമിക്കുമെന്ന പ്രഖ്യാപനം താൽക്കാലികമായി പിൻവലിച്ച അമേരിക്ക. നീക്കം ഖത്തർ, സൗദി, UAE എന്നീ രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച്. സഖ്യരാജ്യങ്ങൾക്ക് സ്വീകാര്യമായ കരാർ ഉണ്ടാക്കുമെന്ന് ട്രംപ്. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം. ഇന്നലെ അറസ്റ്റിലായ സിന്ധു, അലീന എന്നിവരുടെ മൊഴികളിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യത. പരാതിക്കാരിയെ മോഡലിംഗിന് എന്ന വ്യാജേന വിദേശത്തെത്തിച്ച് ലൈംഗികമായി ഉപയോഗിച്ചുവെന്ന് പരാതി. ഫിഫ ലോകകപ്പിനുള്ള ബ്രസീൽ ടീമിൽ ഇടം നേടി നെയ്മർ. റോഡ്രിഗോ, മിലിറ്റാഡോ, എസ്തവാഡോ, പെട്രോ സാന്റോസ് എന്നിവരെ ഒഴിവാക്കി. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പ്ലേ ഓഫിൽ ചെന്നൈക്കെതിരെ 5 വിക്കറ്റ് ജയം. ഇന്ന് രാജസ്ഥാൻ റോയൽസ്, ലക്നൌ സൂപ്പർ ജയന്റ്സ് പോരാട്ടം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു മാസ് എൻട്രി ആയിരുന്നു VDS സർക്കാരിൻ്റേത്. പക്ഷേ സർക്കാരിന്റെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ ഇപ്പോഴും തർക്കം അങ്ങനെ മുറുകുകയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൽ നിന്ന് ഏറ്റെടുക്കാനാണ് കോൺഗ്രസിന്റെ ഒരു നീക്കം. പകരം ഫിഷറീസ് വേണമെന്ന നിലപാട് ലീഗ് ആവർത്തിക്കുന്നുണ്ട്. കോൺഗ്രസിനും ലത്തീൻ സഭയ്ക്കും എതിർപ്പുണ്ട്. കൃഷി വകുപ്പ് ഏറ്റെടുക്കാൻ T സിദ്ദിഖും വിമുഖത അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ രജിത് കുമാർ നൽകും. രജിത്ത്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയ സർക്കാരാണ്. വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ ഇന്നലെ വന്നു. പക്ഷേ ഒരു കീറാമുട്ടിയായി നിൽക്കുന്നത് ഈ വകുപ്പ് വിഭജനമാണ്. നമുക്കറിയാം, ലത്തീൻ സഭയെ അനുനയിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫിഷറീസ് വകുപ്പിലാണ് ഏറ്റവും പ്രധാനമായും ഒരു ചർച്ച ഇങ്ങനെ നടക്കുന്നത്. തീരുമാനം എപ്പോഴത്തേക്കാകും? എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ശ്രീജ, സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഇന്ന് 2ാം ദിവസത്തിലേക്ക് നീങ്ങുമ്പോഴും മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിലാണ് ഇതുവരെയും തീരുമാനമാകാത്തത്. വകുപ്പുകൾ ഏതൊക്കെ മന്ത്രിമാർ കൈകാര്യം ചെയ്യുന്നു എന്ന കാര്യം രാജ്ഭവനെ അറിയിക്കേണ്ടതുണ്ട്. അപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനമടക്കം ഇറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെയും നീണ്ടുപോകുകയാണ്. ഇപ്പോഴും വകുപ്പുകളുടെ കാര്യത്തിൽ വേണ്ട തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. K മുരളീധരന് ദേവസ്വവും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും ഒപ്പം തന്നെ ഷിബു ബേബി ജോണിന് വനം തുടങ്ങിയ കാര്യങ്ങളിൽ ഏറെക്കുറെയൊക്കെ തീരുമാനങ്ങൾ വകുപ്പുകളുടെ കാര്യത്തിൽ ഏറെക്കുറെ ഒരു തീരുമാനമൊക്കെ ആയിട്ടുണ്ട് എങ്കിൽ തന്നെയും ചില വകുപ്പുകൾ വിഭജിക്കുന്നതിൽ അല്ലെങ്കിൽ ചില വകുപ്പുകൾ കൈവശം വെക്കുന്നതിലടക്കം തർക്കങ്ങൾ തുടരുന്നു എന്നതാണ്. ഫിഷറീസ് വകുപ്പും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും മുസ്ലിം ലീഗിന്റെ കൈവശമായിരുന്നു നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നത്. എന്നാൽ അത് വിഭജിച്ച് പഴയ LDF മോഡലിൽ തന്നെ LDF സർക്കാർ കൈകാര്യം ചെയ്തിരുന്നത് പോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കാനാണ് തീരുമാനിച്ചത്. അത് റോജി M ജോണിന് നൽകുന്നതിനുള്ള തീരുമാനവുമായിരുന്നു. എന്നാൽ ഫിഷറീസ് വകുപ്പ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ തങ്ങൾക്ക് വേണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുകയും ചെയ്തു. ആ ഫിഷറീസ് വകുപ്പ് അടക്കം വിട്ടു നൽകുന്നതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ എതിർപ്പുണ്ട്. ഒപ്പം തന്നെയാണ് ലത്തീൻ സഭയ്ക്ക് ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയത്. ആ എതിർപ്പിനെ തുടർന്ന് അവർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നിന്നടക്കം വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി വൈകിട്ട് നേരിട്ട് ലത്തീൻ സഭ ആസ്ഥാനത്തെത്തി ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി ഇക്കാര്യത്തിലൊരു സമവായത്തിനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയത്. എങ്ങനെയാണെന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ
ലത്തീൻ സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് എന്ന് പറയുന്നത് ഈ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ ഒരു ഇടപെടൽ തൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന കാര്യമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. എന്നാൽ ഇക്കാര്യത്തിലും തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകുന്ന കാര്യത്തിലും മുസ്ലിം ലീഗ് പിന്നോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നേരത്തെ തന്നെ ഇക്കാര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അടക്കം വിട്ടു നൽകാൻ ഇവർ തയ്യാറായിരുന്നു. എന്നാൽ ഫിഷറീസ് വകുപ്പ് അടക്കമുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ തങ്ങൾക്ക് വേണമെന്ന ആവശ്യവുമായാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെയാണ് മുഖ്യമന്ത്രി ഒരു 3 വകുപ്പുകൾ, പ്രധാനപ്പെട്ട 3 വകുപ്പുകൾ തന്നെ കൈവശം വെക്കുന്നുണ്ട്. ധനകാര്യ വകുപ്പും നിയമകാര്യ വകുപ്പും ഒപ്പം തന്നെ INPRD വകുപ്പ്, ഈ 3 വകുപ്പുകൾ മുഖ്യമന്ത്രി തന്നെ കൈവശം വെക്കുന്നുള്ള. അതിൽ തന്നെ KC വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. അവർ നേരത്തെ തന്നെ ഈ 3 വകുപ്പുകൾ മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ പൊതുഭരണവും മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ 4 വകുപ്പുകളാണ് മുഖ്യമന്ത്രിയുടെ കൈവശമുള്ളത്. ആ വകുപ്പുകൾ പ്രധാനപ്പെട്ട ആളുകൾ കൈകാര്യം ചെയ്യേണ്ട വകുപ്പുകളാണ് എന്ന ആവശ്യം അവർ ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ വലിയ നിർബന്ധത്തിലേക്കൊന്നും പോയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ വകുപ്പുകൾ വിട്ടു നൽകാൻ മുഖ്യമന്ത്രിയും തയ്യാറായിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. ഒപ്പം തന്നെയാണ് ടി സിദ്ദിഖ് നേരത്തെ വനം വകുപ്പാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അതിപ്പോൾ ഷിബു ബേബി ജോണിന് നൽകണം എന്ന ആവശ്യം ഉയർത്തുകയും പ്രധാനപ്പെട്ട വകുപ്പ് തങ്ങൾക്ക് വേണമെന്ന ആവശ്യം ഉയരുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് ഷിബു ബേബി ജോണിന് വിട്ടു നൽകിയിട്ട് ടി സിദ്ദിഖിന് കൃഷി വകുപ്പ് നൽകുന്നതിൻ്റെ കാര്യത്തിൽ തീരുമാനമായെങ്കിലും കൃഷി വകുപ്പ് ഏറ്റെടുക്കാൻ ടി സിദ്ദിഖ് തയ്യാറാകുന്നില്ല. അതിലൊരു വിമുഖത കാണിക്കുന്നു എന്നാണ്, തനിക്ക് താല്പര്യമില്ല എന്ന നിലപാടിലാണ് അദ്ദേഹം തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിലും ഒരു അസംതൃപ്തിയും അതുപോലെ തന്നെ തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യങ്ങളും നിലനിൽക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഇക്കാര്യത്തിൽ വകുപ്പുകളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടതുണ്ട്. വകുപ്പുകൾ തീരുമാനിച്ച് വളരെ വേഗത്തിൽ തന്നെ രാജ്ഭവനെ അറിയിച്ച് വിജ്ഞാപനം ഇറക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ മന്ത്രിമാർക്കും വകുപ്പ് സെക്രട്ടറിമാർക്കും അല്ലെ വകുപ്പ് സെക്രട്ടറിമാർക്കടക്കം മന്ത്രിമാരുമായി ചർച്ച നടത്തി ഇതുമായി പുതിയ തീരുമാനത്തിലേക്ക് അടക്കം പോകാൻ കഴിയുകയുള്ളൂ. ഒപ്പം തന്നെ ഇവർക്ക് ഓഫീസുകളിലേക്ക് അടക്കം മന്ത്രിമാർക്ക് തങ്ങളുടെ ഓഫീസുകളിലേക്ക് അടക്കം പോകണമെന്നുണ്ടെങ്കിൽ തങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏത് എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇന്ന് തന്നെ ചർച്ചകൾ പൂർത്തീകരിച്ചൊരു തീരുമാനമാക്കി രാജ്ഭവനിൽ അറിയിച്ച വിജ്ഞാപനം ഇറക്കുന്നതിനുള്ള നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി രജിത്ത്, എന്തായാലും VD സതീശൻ സർക്കാരിൻ്റെ മന്ത്രിമാരുടെ വകുപ്പ് വിഭജനത്തിൽ തർക്കം ഇങ്ങനെ മുറുകുകയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഫിഷറീസ്, അതുപോലെ കൃഷി, ഈ 3 വകുപ്പിലാണ് ഇപ്പോൾ പ്രശ്നം ഇങ്ങനെ നിൽക്കുന്നത്. അത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ മറ്റ് വകുപ്പുകളിൽ മറ്റു മന്ത്രിമാരുടെ വകുപ്പുകളിൽ എന്തെങ്കിലും മാറ്റം വരുമോ? നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും ഇന്നത്തോടുകൂടി തീരുമാനമുണ്ടാകാൻ ഒരു സാധ്യത കാണുന്നു എന്ന് തന്നെയാണ് രജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും സംസ്ഥാനത്ത് മഴ അങ്ങനെ കനക്കുകയാണ്. അത് ഇന്നും തുടരുമെന്നാണ് അറിയുന്നത്. 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും ഒക്കെ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ ഒരു മുന്നറിയിപ്പ്. തെക്കൻ വടക്കൻ ജില്ലകളിലാണ് മഴ ശക്തമാകുന്നത്. കണ്ണൂർ, കാസർഗോഡ് തീരമേഖലയിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രജിത്തും വടക്കൻ കേരളത്തിലെ വിവരങ്ങളുമായി രേഷ്മയും ചേരുകയാണ്. ഇരുവർക്കും ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ മഴ വലിയ പ്രശ്നക്കാരനാണ്. ആദ്യം രജിത്തിലേക്ക് തന്നെ പോവുകയാണ്. നമുക്ക് തെക്കൻ കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എങ്ങനെയാണ് പ്രശ്നം? ഇപ്പോൾ ഇന്ന് തന്നെ നല്ല മഴയുണ്ട്, ഇന്നലെ നല്ല മഴയായിരുന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇന്നത്തെ ഒരു മുന്നറിയിപ്പും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് രജിത്തെ? തിരുവനന്തപുരത്ത് ശക്തമായ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി ആരംഭിച്ച മഴ രാത്രിയിലും തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ 9 ജില്ലകളിൽ ആണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് പ്രധാനമായും തിരുവനന്തപുരം, അതുപോലെ തന്നെ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി തുടങ്ങിയ തെക്കൻ ജില്ലകളിലും ഒപ്പം തന്നെ കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ വടക്കൻ ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട് പ്രധാനമായും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് ഇവിടെ സാധ്യതയുള്ളതെന്നും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നിപ്പോൾ 9 ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്.
പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ഒപ്പം തന്നെ തീരപ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിനടക്കം വിലക്ക് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. കാലവർഷം അടുത്തെത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മഴ ശക്തമാകുന്നത് എന്നാണ്. 26-ാം തീയതി ഒരു കാലവർഷം കേരള തീരത്തേക്ക് എത്തും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിട്ടുള്ളത്. ശക്തമായ മഴ ആ സാഹചര്യത്തിൽ തന്നെയാണ് ഒരു ശക്തമായ മഴ തുടരുന്നത്. വരുന്ന 5 ദിവസത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടില്ല എങ്കിൽ തന്നെയും അവയിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശവും കാലാവസ്ഥാ വിഭാഗം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കണമെന്ന പ്രത്യേക അറിയിപ്പും അവർ നൽകിയിട്ടുണ്ട്. ശ്രീജ, രേഷ്മ, വടക്കൻ കേരളത്തിലെ വിവരങ്ങൾ കൂടി, അവിടെ എങ്ങനെയാണ് കാര്യങ്ങൾ? ശ്രീജ, വടക്കൻ കേരളത്തിൽ മഴ ശക്തമാകുമെന്നാണ് പറയുന്നതിൽ 2 ജില്ലകളാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഴ ശക്തമാകും. ഒപ്പം തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കള്ളക്കടൽ പ്രതിഭാസമാണ് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ 8:30 മുതൽ നാളെ ഉച്ചയ്ക്ക് വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിലുള്ളത്. ഇതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്നും മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ തിരമാലയായതിനാൽ തന്നെ അപകടമുണ്ടാകാനുള്ള സാധ്യതയും മുന്നറിയിപ്പിലുണ്ട്. ഒപ്പം തന്നെ വിനോദസഞ്ചാരത്തിനും ഈ മേഖലകളിൽ എല്ലാ മേഖലകളിലും ഉൾപ്പെടെ ഇവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കടലിൽ ഇറങ്ങാൻ പാടില്ലെന്നാണ് വിനോദസഞ്ചാര മേഖലയിൽ നിന്നും ലഭിച്ചിരിക്കുന്ന മുന്നറിയിപ്പ്. നമുക്കറിയാം, നിരവധി തവണ കടലാക്രമണത്തിൽ കോഴിക്കോട് ജില്ലയിലും അതുപോലെ തന്നെ കാസർഗോഡ് മറ്റു ജില്ലകളിലൊക്കെ വീടുകൾക്കുൾപ്പെടെ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും ഉയർന്ന തിരമാലയുള്ള പ്രദേശത്തു നിന്നും ആളുകൾ മാറി താമസിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ ഉയർന്ന തിരമാലയായിരിക്കും ഈ പ്രദേശത്ത് ഉണ്ടാവുക. ഇവിടെ നിന്നുൾപ്പെടെ ആളുകൾ ഇറങ്ങരുതെന്നും കളിക്കരുതെന്നും ഉൾപ്പെടെ മുന്നറിയിപ്പുണ്ട്. ഒപ്പം തന്നെ മത്സ്യബന്ധന യാനങ്ങൾ നമ്മൾ ഹാർബറിനോട് അടുപ്പിച്ച് കെട്ടിയിടുന്നത് അതിൽ ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കും യാത്രകളും കടലിറങ്ങിയുള്ള വിനോദസഞ്ചാരങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക തുടങ്ങിയ മുന്നറിയിപ്പുകളാണ് ഈ ജില്ലയിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ശ്രീജ. ശരി രേഷ്മ, എന്തായാലും സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴ മുന്നറിയിപ്പ് തന്നെയാണ്. 9 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. മീൻപിടുത്തക്കാരടക്കം ശ്രദ്ധിക്കുമല്ലോ അല്ലേ? എന്തായാലും നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുകയാണ്. 2 യുവതികളെ ഇന്നലെ രാത്രി മരട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സിന്ധു, അലീന എന്നിവരെയാണ് മരട് പോലീസ് പിടികൂടിയത്. പരാതിക്കാരിയെ മോഡലിംഗ് എന്ന വ്യാജേന വിദേശത്തെത്തിച്ച് ലൈംഗികമായി ഉപയോഗിച്ചു എന്നാണ് പരാതി. കിരൺ കുമാർ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. കിരൺ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം 3 പരാതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ളത്. പക്ഷേ നിരവധി പേർ പീഡനത്തിന് ഇരയായി എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക് നീരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഇന്ന് കൂടുതൽ അറസ്റ്റിനുള്ള ഒരു സാധ്യത കാണുന്നില്ലേ? ഗുഡ് മോർണിംഗ് ശ്രീജ. ഇന്നലെയായിരുന്നു 2 പേരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അലീന, സിന്ധു എന്നീ 2 യുവതികളെയാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഇതിൽ അലീനയ്ക്ക് നേരത്തെയും ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവർ നേരത്തെയും കൊച്ചിയിലുള്ള ഒരു കേസിൽ പ്രതിയാണ്. മരടിൽ കഴിഞ്ഞ നവംബറിൽ കൊച്ചിയിൽ ഒരു ബാറിലുണ്ടായിരുന്ന വെടിവെപ്പും ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ പ്രതിയാണ് ഈ അലീന. ഇവർക്ക് ഗുണ്ടാ സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പോലീസിന് വ്യക്തമാകുന്നത്. നേരത്തെ ഈ 3 യുവതികളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ പരാതി നൽകിയിട്ടുള്ളത്. മോഡലിംഗ് എന്ന വ്യാജേന ദുബായിൽ എത്തിച്ചു പലർക്കായി കാഴ്ചവെച്ചു എന്നുള്ളൊരു പരാതിയാണ് ഈ യുവതികൾ നൽകിയിരുന്നത്. ഈ 3 കേസിലും പോലീസ് വിശദമായി തന്നെ അന്വേഷണം നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് പിന്നീട് ഇപ്പോൾ 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ അലീനയെ കൊച്ചിയിൽ നിന്നും സിന്ധുവിനെ മുംബൈയിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരിലേക്ക് കൂടി അന്വേഷണം നീളുന്നു എന്നുള്ളൊരു സൂചന തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. നിരവധി സ്ത്രീകൾ, പെൺകുട്ടികൾ ഇതുമായി ഈ സംഘത്തിന്റെ ഇരയിൽ ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ടും ഈ കൂടുതൽ സംഘങ്ങളിലേക്ക് അന്വേഷണം നടത്തുന്നത്. ഏതായാലും ഇനി കൂടുതൽ പേരെ കൂടി അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഈ സമയത്ത് കൂടുതൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ശ്രീജ. ശരി കിരൺ, മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുന്നു. കൂടുതൽ അറസ്റ്റിനും സാധ്യത കാണുന്നുണ്ട്.
ഇന്ധനവിലയിൽ വീണ്ടും വർധന വന്നിരിക്കുകയാണ്. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 90 പൈസയാണ് കൂടിയത്. ഒരാഴ്ചക്കിടെ രണ്ടാമത്തെ തവണയാണ് ഇന്ധനവില കൂടുന്നത്. അതിനിടെ രാജ്യത്ത് ഇന്ധനക്ഷാമമില്ല എന്ന് ആവർത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലേക്കുള്ള ഇന്ധനവുമായി ഒരു കപ്പൽ കൂടി ഹോർമൂസ് കടലിടുക്ക് കടന്നു. വിവരങ്ങൾ നൽകാൻ ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, ഇന്ധനവില രണ്ടാമത്തെ തവണ വീണ്ടും കൂടുന്നു, പക്ഷെ അപ്പോഴും കേന്ദ്രം പറയുന്നു ഇന്ധനക്ഷാമമില്ല എന്ന്. എന്താണ് ഈ പശ്ചിമേഷ്യൻ യുദ്ധം തന്നെയാണല്ലോ സ്വാഭാവികമായും ഈ ഒരു വില വർധനവിന് കാരണം, പക്ഷേ അപ്പോഴും പ്രശ്നമില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ? നിലവിൽ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 90 പൈസയാണ് വീണ്ടും വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നേരത്തെ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ വീതം കഴിഞ്ഞ ആഴ്ച വർദ്ധിപ്പിച്ചിരുന്നു. അതിൽ ശ്രീജ ചൂണ്ടിക്കാട്ടിയതുപോലെ പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷമാണ് ഇത്തരത്തിൽ ഇന്ധന വില വർധനവിലേക്കും അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നതിനാൽ വൻ സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നുണ്ട് എന്നും വിപണിയിൽ വില വർദ്ധിപ്പിക്കണമെന്ന റിപ്പോർട്ട് നിരന്തരമായി എണ്ണ കമ്പനികൾ കേന്ദ്ര സർക്കാരിന് മുൻപിൽ വെച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വില വർധനം ഉണ്ടായിട്ടുള്ളത്. നിലവിൽ രണ്ടാം തവണ നേരിയ വർധനമാണ് ഉണ്ടായത്. ലിറ്ററിന് 90 പൈസയാണ് പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതേസമയം രാജ്യത്ത് ഇന്ധനക്ഷാമമോ ഊർജ്ജ പ്രതിസന്ധിയോ നിലവിലില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. അടുത്ത 60 ദിവസത്തേക്ക് വേണ്ട സ്റ്റോക്ക് നിലവിൽ രാജ്യത്തുണ്ട്. ഒപ്പം ഹോർമൂസ് കടലിടുക്ക് കടന്ന് മറ്റൊരു കപ്പൽ കൂടി ഇന്ത്യൻ തീരത്തേക്ക് എത്തുന്നുണ്ട് എന്ന കാര്യവുമാണ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ചതിനെ തുടർന്ന് വിവിധ ലോക രാജ്യങ്ങൾ സാമ്പത്തിക ഊർജ്ജ മേഖലയിൽ കടുത്ത പ്രതിസന്ധി നേരിടുകയും പല രാജ്യങ്ങളും 50% മുകളിലേക്ക് ഇന്ധനവില വർധനവ് ഇതിനോടകം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് യുദ്ധം തുടർന്നു പോകുന്ന പശ്ചാത്തലത്തിലാണ് നേരിയതെങ്കിലും വില വർധനവ് രാജ്യത്ത് കൊണ്ടുവരേണ്ടി വന്നത്. നേരത്തെ ലിറ്ററിന് 3 രൂപ വീതം പെട്രോളിനും ഡീസലിനും വില വർദ്ധിപ്പിച്ചിരുന്നു. ഇപ്പോൾ 90 പൈസ വീതമാണ് പെട്രോളിനും ഡീസലിനും വില വർധനവ് ഉണ്ടായിട്ടുള്ളത്. അടുത്ത 60 ദിവസത്തേക്കുള്ള സ്റ്റോക്ക്, അത് പെട്രോൾ ഡീസൽ ഉൾപ്പെടെയുള്ളവയാണെങ്കിലും പാചകവാതകത്തിനുമുള്ള സ്റ്റോക്ക് അടുത്ത 60 ദിവസത്തേക്ക് രാജ്യത്തുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ സ്വതന്ത്രമായിട്ടുള്ള ചരക്ക് നീക്കം ആവശ്യമാണെന്നും അതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ഉൾപ്പെടെ ഏകദേശം 15,000-ലധികം ചരക്ക് കപ്പലുകളാണ് നിലവിൽ ഹോർമൂസ് കടലിടുക്ക് മേഖലയിലുള്ളത്. ഇവിടങ്ങളിൽ സ്വതന്ത്രമായ ഒരു ചരക്ക് നീക്കം സാധ്യമായാൽ മാത്രമേ അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ ഇന്ധന പ്രതിസന്ധിക്ക് പരിഹാരമാകൂ എന്നാണ് വിലയിരുത്തൽ. ശ്രീജ, ഇറാനെതിരെ യുദ്ധമുണ്ടാകുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു. പക്ഷേ എന്നാൽ ഇറാനെതിരെ സൈനിക നീക്കം താൽക്കാലികമായി മാറ്റിവെക്കുന്നതായിട്ടാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. സൗദി അറേബ്യ, UAE, ഖത്തർ എന്നീ ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഈ തീരുമാനമെന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. മേഖലയിൽ സമാധാനപരമായ ഒരു ഉടമ്പടി സാധ്യമായില്ല എങ്കിൽ ഇറാനെതിരെ ശക്തമായ സൈനിക ആക്രമണം നടത്താനായിരുന്നു അമേരിക്കയുടെ നീക്കം. എന്നാൽ പശ്ചിമേഷ്യയെ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടരുത് എന്ന് ഗൾഫ് നേതാക്കൾ ട്രംപിനോട് നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. അമേരിക്കയ്ക്ക് പൂർണ്ണമായും സ്വീകാര്യമായ ഒരു സമാധാന കരാർ ഇറാനുമായി ഉണ്ടാക്കാൻ മുൻകൈയെടുക്കണമെന്ന് ഗൾഫ് രാജ്യങ്ങൾ ട്രംപിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഉറപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ആക്രമണത്തിൽ നിന്ന് തൽക്കാലം പിന്മാറാൻ വൈറ്റ് ഹൗസ് തയ്യാറായത്. വരും ദിവസങ്ങളിൽ US-ഉം ഗൾഫ് പ്രതിനിധികളും ഇറാനുമായി നടത്തുന്ന ചർച്ചകൾ പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. They've said we were getting ready to do a very major attack tomorrow. I've put it off for a little while, hopefully maybe forever, but possibly for a little while, because we've had very big discussions with Iran, and we'll see what they amount to. I was asked by Saudi Arabia, Qatar, UAE, and some others if we could put it off for 2 or 3 days, a short period of time, because they think that they are getting very close to making a deal, and if we can do that. അമേരിക്കയിലെ സാന്റിയാഗോയിൽ മുസ്ലിം പള്ളിയിലുണ്ടായ വെടിവയ്പിൽ സുരക്ഷാ ജീവനക്കാർ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. സെമി ഓട്ടോമാറ്റിക് തോക്കുകളുമായി എത്തിയ അക്രമികൾ മോസ്ക് കോംപ്ലക്സിന് നേരെ 30ഓളം റൗണ്ട് വെടിയുതിർക്കുകയായിരുന്നു. പോലീസ് നടത്തിയ തിരച്ചിലിൽ 17ഉം 19ഉം വയസ്സുള്ള 2 പേരെ അടുത്തുണ്ടായിരുന്ന വാഹനത്തിൽ സ്വയം വെടിവെച്ച് മരിച്ച നിലയിലും കണ്ടെത്തി. കൊല്ലപ്പെട്ട സുരക്ഷാ ജീവനക്കാരൻ അക്രമികളെ തടയാൻ ശ്രമിച്ചതിനാലാണ് വലിയ ദുരന്തം ഒഴിവായതെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പ്രതികളിൽ നിന്ന് വംശീയ വിദ്വേഷം വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചതിനെ തുടർന്ന് FBI-യുടെ സഹായത്തോടെ ഹേറ്റ് ക്രൈം വിഭാഗത്തിലാണ് പോലീസ് കേസ് അന്വേഷിക്കുന്നത്.
നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ നടപടിയുമായി പാർലമെന്ററി സമിതി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ചെയർപേഴ്സൺ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ ഈ മാസം 21-ന് നേരിട്ട് ഹാജരായി വിശദീകരണം നൽകാൻ വിദ്യാഭ്യാസ കാര്യ പാർലമെന്ററി സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിൽ വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് CBI അന്വേഷണം ശക്തമാക്കി. മഹാരാഷ്ട്രയിൽ കോച്ചിംഗ് സെന്റർ നടത്തിപ്പുകാരനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. മഹാരാഷ്ട്രയിൽ തന്നെ പണം നൽകി ചോദ്യപേപ്പർ വാങ്ങിയവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. തെരുവുനായ പ്രശ്നം അതൊരു വലിയൊരു പ്രശ്നമാണ്. എന്നാലും ആ ഒരു പ്രശ്നത്തിൽ സ്വമേധയാ എടുത്ത കേസിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. പ്രശ്നപരിഹാരത്തിനുള്ള പൊതുമാർഗനിർദ്ദേശം സുപ്രീം കോടതി നൽകിയേക്കും. കേസിൽ ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിന് മുൻപിൽ വിശദമായ വാദം നടന്നിരുന്നു. പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ മാറ്റാനും ബന്ധീകരിക്കാനും കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ABC ചട്ടം നടപ്പാക്കുന്നതിലും കോടതി വ്യക്തത വരുത്തും. സംസ്ഥാനത്ത് 2019 LDF സർക്കാർ പ്രഖ്യാപിച്ച നിരവധി പ്രക്ഷോഭത്തിനിടയാക്കിയ സിൽവർ ലൈൻ പദ്ധതിയുടെ കാര്യത്തിൽ UDF സർക്കാർ എന്ത് നിലപാടായിരിക്കും ഇനി എടുക്കുക? എല്ലാവരും ഉറ്റുനോക്കുകയാണ്. കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയും പ്രദേശവാസികളും ഒക്കെ ഒരു കാര്യം ഉറ്റുനോക്കുകയാണ്. പദ്ധതി ഉപേക്ഷിച്ച് സർക്കാർ ഔദ്യോഗികമായി ഉത്തരവിറക്കണമെന്നതാണ് അവരുടെയൊക്കെ ആവശ്യം. കോഴിക്കോട് ജില്ലയിൽ മാത്രം 300 പേരാണ് പദ്ധതിക്കെതിരെ പ്രതിഷേധിച്ച് 2020 കേസിൽപ്പെട്ടിരുന്നത്. 2019 സെപ്റ്റംബർ 19-നാണ് സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ കേരളത്തിൽ സമരം തുടങ്ങുന്നത്. കോട്ടയം മുളങ്കുളത്തായിരുന്നു ആദ്യ സമരം. പിന്നീട് കോഴിക്കോട് ജില്ലയിൽ കാട്ടിൽപീടികയിൽ 2020 ഒക്ടോബർ 2-ന് സമരം തുടങ്ങി. ഇതാണ് പിന്നീട് വളർന്നു പന്തലിച്ച് കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയായത്. 1500 ദിവസം തുടർച്ചയായി ഉപവാസ സമരം നടത്തിയ കാട്ടിൽപീടികക്കാർക്ക് ആശങ്ക ഇന്നും വിട്ടുമാറിയിട്ടില്ല. ഭൂമി ഏറ്റെടുക്കൽ നടപടി നിർത്തിയെങ്കിലും വിൽപ്പന നടക്കുന്നില്ല. വായ്പ കിട്ടാനും ഇപ്പോഴും ഇവർക്ക് തടസ്സമുണ്ട്. ഏതൊക്കെ സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞ് നമ്മുടെ സ്വത്തിന് ലഭിക്കേണ്ട ആ ഒരു മാനദണ്ഡം, അതിൻ്റെ വില, അതൊക്കെ കണക്കാക്കി ആ രൂപത്തിലേക്കുള്ള ഒരു ചർച്ചയും കാര്യമൊന്നും വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നുണ്ടായ ഒരു വിഷമം, അതാണ് ആ സമരത്തിൻ്റെ ഭാഗമായി നടന്നത്. അത് നമ്മൾ അവരെ ധരിപ്പിച്ചു. പക്ഷെ അവർ അതൊന്നും കേൾക്കാൻ തയ്യാറാവാതെ മഞ്ഞക്കുറ്റികൾ സ്ഥാപിച്ചു പോവുകയാണ് ചെയ്തത്. പദ്ധതി തൽക്കാലം മരവിപ്പിക്കുകയും ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കാൻ ധാരണയായിട്ടുണ്ടെങ്കിലും സമരവുമായി ബന്ധം അതിരടയാളക്കല്ലുകൾ പിഴുതുമാറ്റിയതിന് മറ്റും നിരവധി കേസുകളാണുള്ളത്. 11 ജില്ലകളിലായി 1000-ലേറെ പേർ പ്രതികളാണ്. കോഴിക്കോട് ജില്ലയിൽ മാത്രം 300 പേരാണ് പ്രതികൾ. പലർക്കും 25,000 രൂപയോളം പിഴയിട്ടിരിക്കുന്നത്. പദ്ധതി തൽക്കാലം മുടങ്ങിയെങ്കിലും കേസുകൾ പിൻവലിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ച് സർക്കാർ ഔദ്യോഗികമായി ഉത്തരവിറക്കണമെന്നാണ് സമരസമിതി ഉൾപ്പെടെ ആവശ്യപ്പെടുന്നത്. VD സതീശൻ സാറ് ഇതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് യാത്ര ചെയ്യാൻ കൂടുതൽ എളുപ്പത്തിൽ സമയം ലാഭിച്ചുകൊണ്ട് യാത്ര ചെയ്യാനുള്ള വഴികളാണ് നമ്മൾ തേടുന്നത്. അപ്പം നമ്മൾ നല്ല പ്രതീക്ഷയിലാണ്. മറ്റ് സ്പീഡായിട്ടുള്ള എന്തെങ്കിലും യാത്രാ സൗകര്യം ഗവൺമെന്റ് കാണും. UDF നേതാക്കൾ പദ്ധതി ഉപേക്ഷിക്കുമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഉത്തരവിറങ്ങും വരെ ആശങ്ക ഒഴിയില്ലെന്നാണ് പ്രദേശവാസികൾ ഉൾപ്പെടെ പറയുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളിലും ഇനി പോം വഴി കണ്ടെത്താനുണ്ട് പുതിയ സർക്കാർ. എന്തായാലും ഇടുക്കി പീരുമേട് ആദിവാസി മേഖലയിൽ വന്യമൃഗശല്യം തടയാൻ നിർമ്മിച്ച വൈദ്യുതി വേലി ഫലപ്രദമാകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം വരുന്നുണ്ട്. പ്ലാക്കത്തടം ഉൾപ്പെടെയുള്ള ആദിവാസി ഉന്നതികളിലാണ് വനം വകുപ്പ് തൂക്കു വൈദ്യുതി വേലി സ്ഥാപിച്ചിരിക്കുന്നത്. ഇടുക്കി പീരുമേട്ടിലെ ആദിവാസി മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. കാട്ടാന, കാട്ടുപോത്ത് എന്നിവയെല്ലാം കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നു. നിരവധി പേർ കാട്ടാന ആക്രമണത്തിന് ഇരകളായി. ഇതോടെയാണ് ആദിവാസി മേഖലകളിൽ വൈദ്യുതി വേലി സ്ഥാപിക്കാൻ വനം വകുപ്പ് നടപടി സ്വീകരിച്ചത്. പ്ലാക്കത്തടം ഉൾപ്പെടെയുള്ള ആദിവാസി ഉന്നതികളിൽ ഹാങ്ങിങ് ഫെൻസിംഗ് നിർമ്മിച്ചു. എന്നാൽ ഇതുകൊണ്ടും വന്യമൃഗശല്യം തടയാൻ കഴിയുന്നില്ലെന്നാണ് ആദിവാസി കുടുംബങ്ങളുടെ ആക്ഷേപം. ഹാങ്ങിങ് ഫെൻസിങ്ങുകളിൽ കാട്ടുവള്ളികൾ കയറുന്നത് മൂലം ഇവ ശരിയായി പ്രവർത്തിക്കുന്നില്ല. ഈ ഫെൻസിങ് വന്നത് ഇതിപ്പോൾ കൃത്യമായിട്ട് നോക്കാനുള്ള ആൾക്കാർ വേണം. ഈ മറ്റേ കാടുകൾ കയറാതെ നോക്കാനുള്ള ആൾക്കാർ വേണം. ഇതുവരെയായിട്ട് അങ്ങനെ ആരെയും നിയമിച്ചിട്ടില്ല. ഇപ്പം നമ്മുടെ ഫോറസ്റ്റുകാർ തന്നെയാണ് ഇത് നോക്കി നടത്തുന്നത്. മാസത്തിലൊക്കെ വന്ന് കാടൊക്കെ വെട്ടും. ഇപ്പോൾ കാട് വെട്ടാത്തതുകൊണ്ടാണ് ഇതിൽ ഈ കമ്പിയിൽ പള്ളയൊക്കെ കയറി കഴിഞ്ഞാൽ ന്യൂട്രൽ കട്ടാകും. അപ്പോൾ ന്യൂട്രൽ കട്ടാകുന്ന സമയത്ത് ആനയ്ക്ക് സിമ്പിളായിട്ട് ഇതിനകത്തേക്ക് കയറാൻ പറ്റും. കറണ്ട് 9% വോൾട്ടാണ് വേണ്ടത്. അപ്പോൾ അത്ര ഉണ്ടാവില്ല. അപ്പോൾ സിമ്പിളായിട്ട് ആനയ്ക്ക് കയറാൻ പറ്റും.
വൈദ്യുതി വേലികളുടെ സംരക്ഷണം വനസംരക്ഷണ സമിതിയെയാണ് ഏൽപ്പിക്കാറുള്ളത്. എന്നാൽ ഈ മേഖലയിൽ ഇതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. മഴക്കാലമാകുന്നതോടെ കാട്ടാനശല്യം രൂക്ഷമാകും. ഇതോടെ പകൽ പോലും കൃഷിയിടത്തിൽ ഇറങ്ങാൻ ആദിവാസി കർഷകർക്ക് കഴിയില്ല. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ ബലക്ഷയമുള്ള കെട്ടിടങ്ങളിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്താൻ നിർദ്ദേശം നൽകി NIT വിദഗ്ധ സംഘം. കഴിഞ്ഞ വർഷം തീപിടുത്തമുണ്ടായ പുതിയ സ്റ്റാൻഡിലെ കെട്ടിടം ഉൾപ്പെടെ പൊളിച്ചു നീക്കേണ്ടതില്ല എന്നും നിർദ്ദേശമുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ അപകടാവസ്ഥയിലായ 21 കെട്ടിടങ്ങൾ പരിശോധിക്കാൻ കൗൺസിൽ യോഗം തീരുമാനിച്ചിരുന്നു. ഇതേ തുടർന്ന് കോഴിക്കോട് കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗവുമായി ചേർന്ന് NIT വിദഗ്ധ സംഘം നടത്തിയ പരിശോധനയിലാണ് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് ബലക്ഷയമില്ലെന്നും അറ്റകുറ്റപ്പണികൾ മാത്രം നടത്തിയാൽ മതിയെന്നും കണ്ടെത്തിയത്. സാമ്പിൾ ടെസ്റ്റും നടത്തിയിരുന്നു. അത് പൊളിക്കേണ്ട കാര്യമില്ല. പക്ഷേ കുറേ കൺസേൺസ് ഉണ്ട്. ലോക്കലായിട്ടുള്ള കുറേ പോയിന്റ്സ് കൺസേൺ ആയിട്ട് വരുന്നുണ്ട്, ഇൻക്ലൂഡിങ് റെഗുലർ മെയിൻ്റനൻസ്. അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയി. എക്സിസ്റ്റിംഗ് കുറച്ച് സ്ഥലത്ത് ക്രാക്സും റീൻഫോഴ്സ്മെൻറ്റ് എക്സ്പോസ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റെക്ടിഫൈ ചെയ്താൽ തന്നെ യൂസബിൾ ആണ്. മൊത്തത്തിൽ പൊളിക്കേണ്ട കാര്യമില്ല. അതേസമയം കഴിഞ്ഞ വർഷമുണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടത്തിന് മുകളിലെ ഷെഡും കത്തി നശിച്ചിരുന്നു. മഴയ്ക്ക് മുൻപ് കെട്ടിടത്തിന് മുകളിലേക്കുള്ള കോണിപ്പടിക്ക് മീതെ ഷീറ്റ് സ്ഥാപിക്കുമെന്ന മേയറുടെ വാക്കും ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല. ഇതോടെ മഴ പെയ്ത താഴത്തെ നിലയിൽ ചോർച്ചയുണ്ടാകുമെന്ന ആശങ്ക വ്യാപാരികളെയും അലട്ടുന്നുണ്ട്. അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും വ്യാപാരികൾ നിലവിലെ അവസ്ഥയിൽ സംതൃപ്തരല്ല. അമൃത ന്യൂസ്, കോഴിക്കോട്. വിദ്യാർത്ഥികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും അമൃത TVയുടെ കളിയിലൽപ്പം കാര്യം സമ്മർ ക്യാമ്പിന് തൃശൂരിൽ തുടക്കമായിരിക്കുകയാണ്. പോട്ടൂർ കുലപതി മുൻഷി ഭവൻസ് വിദ്യാമന്ദിർ സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി നിർവഹിച്ചു. അവധിക്കാലത്ത് സമയം പാഴാക്കാതെ വിനോദത്തിനും വിജ്ഞാനത്തിനും വിദ്യാർത്ഥികൾക്ക് വഴിയൊരുക്കുകയാണ് അമൃത TVയുടെ കളിയിലൽപ്പം കാര്യം ദ്വിദിന സമ്മർ ക്യാമ്പ്. തൃശൂർ പോട്ടൂർ കുലപതി മുൻഷി ഭവൻസ് വിദ്യാമന്ദിർ സ്കൂളിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി നിർവഹിച്ചു. ലോകത്തെ ഒരു കുടുംബമായി കാണണമെന്നും നമുക്കുള്ളിൽ ഭിന്നതകൾ മാറണമെന്നും എല്ലാവരെയും ഒന്നിപ്പിക്കാനാണ് അമ്മ മഠം സ്ഥാപിച്ചിരിക്കുന്നതെന്നും സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറഞ്ഞു. അമ്മ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ളത് ലോകം ഒരു കുടുംബമായി മാറണം. അതിന് നമ്മിലെ ഭിന്നതകളൊക്കെ മാറണം. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഭാഷയുടെയും ദേശത്തിൻ്റെയും ഒക്കെ പേരിൽ മനുഷ്യർ കലഹിക്കുന്നു. ഈ ലോകം ഒരു യുദ്ധഭൂമിയായി മാറുന്നു. എല്ലാവരെയും ഒരുമിപ്പിക്കാൻ വേണ്ടിയാണ് അമ്മ അമൃതാനന്ദമയി മഠം സ്ഥാപിച്ചത്. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസം, ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾക്കുള്ള പരിശീലനം, കലാപരമായ കഴിവുകളെ പരിപോഷിപ്പിക്കാനുള്ള പരിപാടികൾ തുടങ്ങിയവ ക്യാമ്പിന്റെ ഭാഗമാണ്. യോഗ, സൂംബ, മാജിക്, ക്വിസ്, അഭിനയ കളരി തുടങ്ങി കുട്ടികൾക്ക് ആവേശം പകരുന്ന നിരവധി സെഗ്മെന്റുകളാണ് 2 ദിവസങ്ങളിലായി സംഘടിപ്പിക്കുന്നത്. സ്വാമി ഗുരുപാദാശ്രിതാനന്ദപുരിയുടെ നേതൃത്വത്തിലാണ് യോഗ ക്ലാസുകൾ നടന്നത്. കേരള സംസ്കാരത്തെയും രാഷ്ട്രീയത്തെയും കുറിച്ച് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. മൈൻഡ് ആൻഡ് ഫിസിക്കൽ ട്രെയിനിംഗ്, ആക്ടിംഗ് വർക്ക്ഷോപ്പ്, സ്വാമി ജ്ഞാനാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ കുട്ടികളോടൊപ്പമുള്ള സംവാദം തുടങ്ങിയ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. അമൃത TV ബിസിനസ് ഹെഡ് R ശിവകുമാർ, ക്രിയേറ്റീവ് ഹെഡ് സിന്ധു മോഹൻ, ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഹെഡ് അജയൻ K നായർ തുടങ്ങിയവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ കായിക മത്സരത്തിൽ മികച്ച നേട്ടം കൈവരിച്ച് മലയാളി IRS ഉദ്യോഗസ്ഥൻ GST ആൻഡ് കസ്റ്റംസ് വിഭാഗത്തിൽ അഡീഷണൽ കമ്മീഷണറായ ജോമി ജേക്കബാണ് അൾട്രാമാൻ ഓസ്ട്രേലിയ എൻഡ്യൂറൻസ് റേസിൽ മികച്ച നേട്ടം കൈവരിച്ചത്. ഓസ്ട്രേലിയയിലെ ന്യൂസയിൽ വെച്ചായിരുന്നു മത്സരം. നാട്ടിൽ തിരിച്ചെത്തിയ ജോമിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ സ്വീകരണമാണ് നൽകിയത്. 10 വ്യത്യസ്ത രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 39 അത്ലറ്റുകൾ പങ്കെടുത്ത മത്സരമാണ് അൾട്രാമാൻ ഓസ്ട്രേലിയ. 3 ദിവസങ്ങളിലായി നീന്തൽ, സൈക്ലിംഗ്, ഓട്ടം എന്നീ ഇനങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് മത്സരം.
അൾട്രാമാൻ ഓസ്ട്രേലിയ പൂർത്തിയാക്കുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തിയും ഇന്ത്യൻ സിവിൽ സർവീസസിൽ നിന്ന് ഈ അപൂർവ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ഉദ്യോഗസ്ഥനുമാണ് ജോമി ജേക്കബ്. ലോകത്തിലെ ഏറ്റവും കഠിനമായ അൾട്രാ എൻഡ്യൂറൻസ് റേസുകളിലൊന്നാണ് അൾട്രാമാൻ ഓസ്ട്രേലിയ. മത്സരം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ അഭിമാനിക്കുന്നുവെന്ന് GST ആൻഡ് കസ്റ്റംസ് വകുപ്പിൽ അഡീഷണൽ കമ്മീഷണറായി സേവനമനുഷ്ഠിക്കുന്ന ജോമി ജേക്കബ് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ മൊത്തം 39 പാർട്ടിസിപ്പൻസ് ഉണ്ടായിരുന്നു. എൻ്റെ അകത്തുനിന്ന് 32 പാർട്ടിസിപ്പൻസ് ഫിനിഷ് ലൈൻ തീർത്തു. പിന്നെ ഈ റേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അൺലൈക്ക് അയൺമാൻ റേസസ് ഇതൊരു സെൽഫ് സപ്പോർട്ടഡ് റേസാണ്. നമ്മുടെ സ്വന്തം ക്രൂ ആയിരിക്കണം, നമ്മുടെ കൂടെ നമ്മുടെ തന്നെ ഒരു ടീം ക്യാപ്റ്റനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേണ്ടി ആൾക്കാർ കാണണം. ഇതിനു വേണ്ടിയുള്ള ട്രെയിനിങ് ഒരു 6-7 മാസത്തോളം ഉള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്സ് ആയിരുന്നു ട്രെയിനിങ്. കേരളത്തിലെ ഏറ്റവും ഫസ്റ്റ് അൾട്രാമാനും സിവിൽ സർവീസിൽ രണ്ടാമത്തെ അൾട്രാമാനും കൂടെയാണ്. 2025 ഫുൾ ഡിസ്റ്റൻസ് അയൺമാൻ മലേഷ്യയും 2024 അയൺമാൻ കോപ്പൻഹേഗനും ജോമി വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. പർവ്വതാരോഹണത്തിലും അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ട്. നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനിയറിംഗിൽ നിന്ന് ബേസിക് മൗണ്ടനിയറിംഗ് കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓസ്ട്രേലിയൻ മത്സരം പൂർത്തിയാക്കി കൊച്ചിയിലെത്തിയ ജോമി ജേക്കബിന് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ചേർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ സ്വീകരണവും നൽകിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. മലയാളികളല്ലെങ്കിലും അടിപൊളിയാണ്. എന്തായാലും പരിമിതികളെ പ്രതിഭ കൊണ്ട് തോൽപ്പിച്ച ഒരു കൂട്ടം കലാകാരന്മാരെ നമുക്ക് പരിചയപ്പെടാം. അവർ തൃശ്ശൂരിൽ നിന്നുള്ളവരാണ്. വൈകല്യങ്ങൾ ശരീരത്തിനാണ്, മനസ്സിലെ കലാവാസനയ്ക്കല്ല എന്ന് തെളിയിക്കുകയാണ് തൃശ്ശൂരിലെ ടീം പൂമ്പാറ്റ എന്ന ഭിന്നശേഷിക്കാരുടെ ഈ സവിശേഷ കലാക്കൂട്ടായ്മ. പരിമിതികളെ കാറ്റിൽ പറത്തി കൈകളിൽ കോലുകളേന്തി അവർ തീർക്കുന്ന താളം വെറുമൊരു മേളമല്ല, മറിച്ച് വലിയൊരു അതിജീവനത്തിൻ്റെ പ്രഖ്യാപനം കൂടിയാണ്. തൃശ്ശൂരിലെ പൂരപ്രദർശന വേദിയിലെ ടീം പൂമ്പാറ്റയുടെ ശിങ്കാരിമേളം ശ്രദ്ധേയമാവുകയാണ്. ചെണ്ടമേളത്തിന്റെ ഈറ്റില്ലമായ തൃശ്ശൂരിന്റെ മണ്ണിൽ പുതിയൊരു താളചരിത്രം കുറിക്കുകയാണ് ഒരു കൂട്ടം മനുഷ്യർ. ശാരീരിക മാനസിക വെല്ലുവിളികളെ അതിജീവിച്ച തനതായ ശിങ്കാരിമേളത്തിലൂടെ സാംസ്കാരിക വേദികളിൽ തരംഗമായി മാറിയ ടീം പൂമ്പാറ്റ എന്ന ഭിന്നശേഷിക്കാരുടെ കലാകൂട്ടായ്മ ഇന്ന് ജനശ്രദ്ധയാകർഷിക്കുകയാണ്. തൃശ്ശൂരിലെ പൂരപ്രദർശന വേദിയിലും ചെണ്ടമേളം അവതരിപ്പിച്ച കയ്യടി നേടുകയാണ് ഈ കഴിവുറ്റ കലാകാരന്മാർ. പെപ്പിൻ ജോർജ് എന്ന കലാകാരന്റെ നേതൃത്വത്തിലാണ് ഇവരുടെ പരിശീലനങ്ങൾ നടക്കുന്നത്. നിലവിൽ 101 അംഗങ്ങളുള്ള ടീം വിപുലീകരിച്ച കൂടുതൽ മികവോടെ കലാപരിപാടികൾ അവതരിപ്പിക്കുമെന്ന് പെപ്പിൻ ജോർജ് പറയുന്നു. സമൂഹത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ടീം പൂമ്പാറ്റ. നമ്മൾ ഒരു 2018 നമ്മൾ 261 പേരുടെ മെഗാ ഗിന്നസ് ശിങ്കാരിമേളം വടക്കുന്നാഥിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നടത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിൽ 101 പേരുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചിലവൊന്നും താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ തൃശ്ശൂരും തൊട്ടടുത്ത പരിസര പ്രദേശത്തുള്ള ആളുകളെ മാത്രം വിളിച്ചുകൊണ്ടാണ് ഞങ്ങളൊരു ടീം സംഘടിപ്പിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1.5 മാസം മുമ്പാണ് ഇങ്ങനെയുള്ള ആളുകളുടെ പ്രാക്ടീസൊക്കെ തുടങ്ങിയത്. ഇനി നമ്മൾ ഒരു 500ഓളം ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ടീമിനാണ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. കലാകൂട്ടായ്മയിലൂടെ ഭിന്നശേഷി ഉന്നമനവും സൗഹൃദവുമാണ് ലക്ഷ്യം വെക്കുന്നതെന്നും തങ്ങൾക്ക് വലിയ ആവേശമാണ് ഈ കലാകാരന്മാരുടെ കൂട്ടമെന്നും ഭിന്നശേഷി കലാകാരന്മാരും പറയുന്നു. കലാകൂട്ടായ്മയിലൂടെ ഭിന്നശേഷി ഉന്നമനവും സൗഹൃദവും സാംസ്കാരികമായിട്ടുള്ള ഒരു ഉന്നമനമാണ് ലക്ഷ്യമാക്കുന്നത്. ഈ കേൾക്കുന്ന താളത്തിന് സാധാരണ മേളങ്ങളെക്കാൾ ഒരൽപ്പം ഒച്ചയും ദൃഢതയും കൂടുതലാണ്. കാരണം ഇത് പ്രതിസന്ധികളോട് പോരാടി നേടിയെടുത്ത ഒരു അതിജീവനത്തിന്റെ താളമാണ്. അമൃത ന്യൂസ്, തൃശ്ശൂർ. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വിവാദമായൊരു രക്ഷാപ്രവർത്തനം, അതിൽ പുനരന്വേഷണം നടത്തുന്നതിൽ സർക്കാർ ഉത്തരവിൽ നിന്നിറങ്ങും. നിയുക്ത MLA AD തോമസ് ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഉൾപ്പെടുന്ന സംഘം തല്ലിച്ചതച്ചത്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇന്നിറങ്ങുന്നത്. ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ നടപടികൾ ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. ഒരു SP-യുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാകും അന്വേഷണ ചുമതല. തങ്ങളെ കുട്ടികളെ കൈകാര്യം ചെയ്ത് ആരെയും വെറുതെ വിടില്ല എന്ന് VD സതീശൻ പറഞ്ഞിരുന്നു. എന്തായാലും അത് ഇന്നലെ തന്നെ നമുക്ക് മനസ്സിലായി. അദ്ദേഹം അതിനുള്ള തീരുമാനം ഇന്നലെ തന്നെ കൈക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന കൊയിലാണ്ടി പുതിയ ബൈപ്പാസിലെ ബൈക്ക് കുഴിയിൽ വീണ യുവാവിന് പരിക്ക്. മൂടാടി സ്വദേശി സനോജിനാണ് പരിക്കേറ്റത്. ഇന്നലെ രാത്രി 8 മണിയോടെ ബൈപ്പാസിലെ ഗോപാലപുരത്തായിരുന്നു അപകടം. മേൽപ്പാലത്തിന്റെ പില്ലറിനായിയുടെ താഴ്മേറിയ കുഴിയിലേക്കാണ് സനോജ് സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ടു വീണത്. അപകടത്തെ തുടർന്ന് കുഴിയിൽ
കുടുങ്ങിയ യുവാവിനെ കൊയിലാണ്ടിയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് പുറത്തെത്തിച്ചത്. ഉടനെ തന്നെ അദ്ദേഹത്തെ കൊയിലാണ്ടി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുകയാണ്. ശ്രീ ദിലീപ്, ഗുഡ് മോർണിംഗ്, കേരളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വിപണിയിൽ എന്ത് പ്രതീക്ഷിക്കാം? ഇന്നലത്തേതിൽ നിന്നും മാറ്റമില്ലാതെ ആയിരിക്കും ഇന്ന് വ്യാപാരം തുടങ്ങുക. വളരെ വലിയ തോതിലുള്ള കയറ്റങ്ങൾ പ്രതീക്ഷിക്കണം. ഇന്നലെ വിപണിയിൽ നഷ്ടത്തിൽ വ്യാപാരം തുടങ്ങിയെങ്കിലും വലിയ രീതിയിലുള്ള ഏറ്റക്കുറച്ചുകൾ ഉണ്ടായിരുന്നെങ്കിലും അവസാന നിമിഷം വിപണിയിൽ ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയും നേരിയ നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. രണ്ടാം തര ചെറുകിട ഓഹരികളിൽ മാത്രമാണ് നേരിയ നഷ്ടമുണ്ടായിരുന്നത്. എങ്കിൽ കൂടിയും പല ഓഹരികളിലും ഒരു നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയും വിപണി നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു നിലവാരത്തിൽ വിപണി ക്രമപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇത് ലഭിക്കുന്നത്. ഏറ്റവും പ്രത്യേകതയുള്ള ഒരു കാര്യം, വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്നലെ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു എന്നുള്ളതാണ്. കുറേ നാളുകൾക്ക് ശേഷമാണ് വിപണിയിൽ ഒരു നിക്ഷേപത്തിലേക്ക് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ മാറുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടാവാം വിപണി അവസാന മണിക്കൂറുകളിൽ വിപണിയിൽ ഒരു കൂടുതൽ നിക്ഷേപ താല്പര്യം ഉണ്ടാവുകയും ഒരു തിരിച്ചുകയറ്റം വിപണിയിൽ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും വരും ദിവസങ്ങളിലും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകൾ വിപണിയിൽ നിർണായകം തന്നെയായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടായേക്കാവുന്ന മാറ്റവും ഒപ്പം തന്നെ രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങളുമാണ്. ക്രൂഡ് ഓയിൽ വില $100 താഴേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ ഏതാണ്ട് $80 ഒരു സ്ഥിരപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതായിരിക്കും വിപണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം തന്നെ രൂപയുടെ മൂല്യത്തിലുള്ള വ്യതിയാനവും വിപണിയെ സ്വാധീനിച്ചേക്കും. ഇന്നലെ വ്യാപാരത്തിനിടെ വീണ്ടും റെക്കോർഡ് നിലവാരത്തിലേക്ക് രൂപയുടെ മൂല്യം താഴ്ന്നിരുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന വ്യതിയാനവും വിപണിയിൽ സ്വാധീനിച്ചേക്കാം. എന്തായാലും വരും ദിവസങ്ങളിലും വലിയ തോതിലുള്ള കയറ്റങ്ങൾ വിപണിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ദീർഘകാല നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസരം വിപണിയിൽ ഈ ഒരു കുറഞ്ഞ നിലവാരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുകൊണ്ട് തന്നെ മികച്ച ഓഹരികളിൽ തിരഞ്ഞെടുത്ത് നിക്ഷേപിക്കുക വഴി ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇന്നെന്തായാലും നേരിയ നേട്ടത്തിലോ അല്ലെങ്കിൽ മാറ്റമില്ലാതെ ആയിരിക്കും വ്യാപാരം തുടങ്ങുക. നന്ദി ശ്രീധരൻ. നമുക്കിനി ഒരു കരാട്ടെ കുടുംബത്തെ പരിചയപ്പെടാം. അടിയും തിരിച്ചടിയും അടിതട പഠിപ്പിക്കലുമൊക്കെയായി ഒരു കരാട്ടെ കുടുംബമുണ്ട് ആലപ്പുഴ കഞ്ഞിക്കുഴി. അച്ഛനും അമ്മയും 3 മക്കളും എല്ലാവരും കരാട്ടയിൽ പ്രാഗൽഭ്യം നേടിയവരാണ്. ഇവർ ഒരുമിച്ചാണ് ഇവിടെ എത്തുന്ന 100ഓളം കുട്ടികളെ കരാട്ടെ അഭ്യസിപ്പിക്കുന്നത്. ആ കരാട്ടെ കുടുംബത്തിന്റെ രസകരമായ വിശേഷങ്ങളിലേക്കാണ് ഇനി. അമ്മ നൽകിയ കിടിലം പഞ്ചിന് മകളുടെ ഒത്ത പ്രതിരോധം. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ ഇരുവരും മുന്നേറുമ്പോൾ വിധികർത്താവായി റിങ്ങിലുള്ളതാകട്ടെ ഗൃഹനാഥനും. പറഞ്ഞു വരുന്നത് ആലപ്പുഴ കഞ്ഞിക്കുഴിയിലെ ഒരു ഫാമിലിയെക്കുറിച്ചാണ്. ഒരു അഡാർ ഫാമിലി അല്ല, ഒരു കരാട്ടെ ഫാമിലി, അങ്ങനെ പറയുന്നതാകും ഉചിതം. അച്ഛനും അമ്മയും 3 മക്കളും അടങ്ങുന്ന ഈ കുടുംബത്തിലെ എല്ലാവരും കരാട്ടെ അഭ്യസിച്ചവരാണ്. വെറുതെ അങ്ങ് പഠിച്ചെടുത്തവരല്ല. കരാട്ടെ എന്നത് ഇവർക്ക് ഇന്ന് ജീവവായു പോലെ പ്രിയപ്പെട്ട ഒന്നുകൂടിയാണ്. രാജേഷ് CP എന്ന കോൺട്രാക്ടർ വർഷങ്ങളായി താൻ തുടർന്നു വന്ന തൊഴിൽ ഉപേക്ഷിച്ചാണ് കരാട്ടെ അധ്യാപകനായി മാറിയത്. കരാട്ടയോടുള്ള അമിത സ്നേഹം തന്നെയായിരുന്നു ഈ ചൂടുമാറ്റത്തിന് കാരണം. പൊതുവെ അന്തർമുഖിയായിരുന്ന ഭാര്യ സൗമ്യയെ വിവാഹശേഷം കരാട്ടയിലേക്ക് എത്തിച്ചതും രാജേഷിൻ്റെ താല്പര്യം തന്നെ. നിരവധി പുരസ്കാരങ്ങൾ നേടി കരാട്ടയിൽ റെക്കോർഡുകൾ ലക്ഷ്യമിട്ട് കുതിക്കുന്ന സൗമ്യയ്ക്കും കരാട്ടെ എന്നത് ഇന്ന് ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു താളബോധം, ഒരു ദിശാബോധം ഉണ്ടാക്കി തന്നത് ഈ കരാട്ടയാണ്. കരാട്ടെ പഠിക്കുന്ന കുട്ടികളെല്ലാം തന്നെ പലതിലും ഇൻവോൾവാണ്. പല കാര്യങ്ങളിലും ആവറേജിന് മേളിൽ നിൽക്കുക, കലാപരമായും കായികപരമായും. കാര്യം കരാട്ടെ എന്ന് പറഞ്ഞാൽ അയോധന കലയാണ്. അയോധന കല ആയതുകൊണ്ട് തന്നെ അതിനകത്ത് കലയും കായികവും ഒരുപോലെ നിറഞ്ഞു നിൽക്കുവാണ്. അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, കരാട്ടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഭയങ്കര മാർഗോടു കൂടിയാണ് അക്ഷരാഭ്യാസ രംഗത്ത് ഉയർന്നു വരുന്നത്. മലയാള ബിരുദം 2ാം വർഷ വിദ്യാർത്ഥിനിയായ സൂര്യയിലൂടെയാണ് ഈ കരാട്ടെ കുടുംബത്തിൻ്റെ ആദ്യ തലമുറ മാറ്റം. കുട്ടിക്കാലം മുതൽ പഠിച്ചു തുടങ്ങിയ കലയിൽ ഇന്ന് സൂര്യ താണ്ടാത്ത പടവുകളില്ല. +1 വിദ്യാർത്ഥിനിയായ ആര്യയിലൂടെയായിരുന്നു ആ തലമുറ മാറ്റത്തിൻ്റെ തുടർച്ച. ആദ്യമൊക്കെ മടി കാണിച്ചെങ്കിലും ഇന്ന് ആര്യയും റിങ്ങിലെത്തിയാൽ ഒത്ത പോരാളി തന്നെ. ഇളയവൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിനി രസ്യ രാജേഷ് കൂടി ഇവർക്കിടയിലേക്ക് ഇറങ്ങിയതോടെ കരാട്ടെ കുടുംബം പൂർത്തിയായി.
മൂവരും ഇതുവരെ ഇടിച്ചു നേടിയതാകട്ടെ എണ്ണമറ്റ പുരസ്കാരങ്ങൾ. ഇന്ന് ഈ കുടുംബത്തിന് 180 മുകളിൽ ശിഷ്യരുണ്ട് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ. കുരുന്നുകൾ മുതൽ പ്രായം ചെന്നവർ വരെയുണ്ട് ഈ കൂട്ടത്തിൽ. കരാട്ടയോടുള്ള ഇവരുടെ താല്പര്യം കണ്ട് അമ്മമാരും കുട്ടികളോടൊപ്പം കരാട്ടെ പഠിക്കാനെത്തുന്നുണ്ട്. അങ്ങനെ ആയോധന കല എന്നതിനപ്പുറം കരാട്ടെ സമ്മാനിക്കുന്ന അമൂല്യമായ സമ്പത്ത് ഒരു നാടിനാകെ പകർന്നു നൽകുകയാണ് രാജേഷിൻ്റെയും സൗമ്യയുടെയും ഈ കരാട്ടെ കുടുംബം. ആദർശനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്, ആലപ്പുഴ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്വീഡന്റെ പരമോന്നത ബഹുമതിയായ റോയൽ ഓർഡർ ഓഫ് ദി പോളാർ സ്റ്റാർ സമ്മാനിച്ചു. ഒരു വിദേശ ഭരണത്തലവന് സ്വീഡൻ നൽകുന്ന ഏറ്റവും ഉയർന്ന ബഹുമതിയാണിത്. പ്രധാനമന്ത്രിയുടെ സ്വീഡൻ സന്ദർശനം രാഷ്ട്രീയ നേതാക്കൾ, വ്യവസായ പ്രമുഖർ, ഇന്ത്യൻ പ്രവാസികൾ എന്നിവർക്കിടയിൽ വലിയ ആവേശമാണ് പകർന്നിട്ടുള്ളത്. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി മോദി സ്വീഡിഷ് പ്രധാനമന്ത്രി ഉൾഫ് ക്രിസ്റ്റേഴ്സനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായി മുൻനിര യൂറോപ്യൻ സ്വീഡിഷ് സിഇഒമാരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഹരിത ഊർജ്ജ പരിവർത്തനം, സുസ്ഥിര വിതരണ ശൃംഖലകൾ, അത്യാധുനിക നിർമ്മാണ മേഖലകൾ എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ക്കൊപ്പം യൂറോപ്യൻ റൗണ്ട് ടേബിൾ ഫോർ ഇൻഡസ്ട്രിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ ശമ്പള സുരക്ഷ ഉറപ്പാക്കാൻ വിപ്ലവകരമായ മാറ്റവുമായി UAE മാനവ വിഭവശേഷി സ്വദേശീവൽക്കരണ മന്ത്രാലയം. ജൂൺ 1 മുതൽ എല്ലാ മാസത്തെയും ശമ്പളം തൊട്ടടുത്ത മാസത്തെ 1-ാം തീയതി തന്നെ നൽകണമെന്ന് മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട്. ലേബർ നിയമങ്ങൾ കൂടുതൽ കർക്കശമാക്കുന്നതിനാണ് ഭാഗമായിട്ടാണ് പുതിയ നീക്കം. പുതിയ തീരുമാനപ്രകാരം ശമ്പളം നിശ്ചിത തീയതി കഴിഞ്ഞ് ഒരു ദിവസം വൈകിയാൽ പോലും അത് കുടിശ്ശികയായി കണക്കാക്കും. ശമ്പളം വൈകുന്ന കമ്പനികൾക്കെതിരെ 2-ാം ദിവസം മുതൽ തന്നെ ഇലക്ട്രോണിക് നിരീക്ഷണവും മുന്നറിയിപ്പ് നോട്ടീസുകളും ലഭിച്ചു തുടങ്ങും. 5-ാം ദിവസം പിന്നിട്ടാൽ പുതിയ വർക്ക് പെർമിറ്റുകൾ അനുവദിക്കുന്നത് നിർത്തിവെക്കും. ശമ്പള വിതരണത്തിൽ വീഴ്ച വരുത്തുന്ന കമ്പനികൾക്ക് കനത്ത പിഴയും ബിസിനസ് തരം താഴ്ത്തലും നേരിടേണ്ടി വരും. 16 ദിവസം കഴിഞ്ഞിട്ടും ശമ്പളം നൽകിയില്ല എങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടി മന്ത്രാലയം നേരിട്ട് തൊഴിൽ തർക്കങ്ങൾ രജിസ്റ്റർ ചെയ്യും. സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും ചെയ്യുന്നതിനായി GDRFA ദുബായ് AI സാങ്കേതികവിദ്യകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന പുതിയ പദ്ധതികൾ ആരംഭിച്ചു. പ്രവർത്തന സജ്ജത, ഭരണ സംവിധാനം, ഡാറ്റ വിശകലനം എന്നിവ വിലയിരുത്തുന്നതിനായി സമഗ്രമായ സ്ഥാപന അവലോകനം പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു. സർക്കാർ സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുക, പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്തുക എന്നിവയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അൽമറിയുടെ അധ്യക്ഷതയിൽ 10-ലധികം അവലോകന യോഗങ്ങളാണ് സംഘടിപ്പിച്ചത്. ഉപമേധാവി മേജർ ജനറൽ ഉബൈ മൊഹൈർ ബിൻ സുഹൂർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗങ്ങളിൽ വികസന പദ്ധതികൾ വേഗത്തിലാക്കാനും ഡാറ്റ അടിസ്ഥാനമാക്കിയുള്ള തീരുമാനമെടുക്കൽ ശക്തിപ്പെടുത്താനും വിവിധ നിർദ്ദേശങ്ങൾ രൂപീകരിച്ചു. ഡാറ്റയും സാങ്കേതികവിദ്യയും അടിസ്ഥാനമാക്കിയ കൂടുതൽ സുസ്ഥിരവും നവീനവുമായ സർക്കാർ മാതൃകയാണ് ദുബായ് ലക്ഷ്യമിടുന്നതെന്നും അധികൃതർ പറഞ്ഞു. ജീവിത നിലവാരത്തിലും ഡിജിറ്റൽ സർക്കാർ സേവനങ്ങളിലും ലോകത്തിലെ മികച്ച നഗരങ്ങളിലൊന്നായി ദുബായിയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നീക്കമായാണ് ഈ പുതിയ സംരംഭങ്ങളെ വിലയിരുത്തുന്നതെന്ന് അധികൃതർ വിശദീകരിച്ചിട്ടുണ്ട്. ഇടുക്കി തൊടുപുഴയിൽ SNDP പ്രകടനത്തിൽ യൂത്ത് ലീഗിനെതിരെ പ്രകോപന മുദ്രാവാക്യം. നേരിട്ട് പോരിന് വരാനാണ് വെല്ലുവിളി. പാണക്കാട് നിന്ന് അനുമതി വാങ്ങി വെള്ളാപ്പള്ളിയെ തെരുവിൽ അധിക്ഷേപിക്കാൻ അനുവദിക്കില്ലെന്നും പ്രകടനക്കാർ മുദ്രാവാക്യം മുഴക്കി. കഴിഞ്ഞ ദിവസം യൂത്ത് ലീഗ് പ്രകടനത്തിൽ SNDPക്കും NSSനുമെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചിരുന്നു. താമരത്തണ്ടിൽ നിന്ന് നൂൽ നിർമ്മാണം. ഛത്തീസ്ഗഡ് റായ്പൂരിലെ സ്ത്രീകൾക്ക് ഇത് അതിജീവനത്തിന്റെ പുതിയ മാർഗമാണ്. താമരപ്പൂവും താമരവിത്തും താമരത്തണ്ടുമൊക്കെ ഔഷധത്തിന് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ താമരത്തണ്ടിൽ നിന്ന് പ്രകൃതിദത്തമായ നാരുകൾ വേർതിരിച്ച് മനോഹരമായ വസ്ത്രങ്ങൾ നെയ്യാനാവുമെന്ന് എത്ര പേർക്കറിയാം. പൂവെടുത്ത ശേഷം പാഴാക്കി കളയുന്ന താമരത്തണ്ടുകൾ ഉപയോഗിച്ച് വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന തൊഴിൽ നേടുകയാണ് റായ്പൂരിലെ സ്ത്രീകൾ. താമരത്തണ്ടൊടിച്ച് അതിനുള്ളിലെ സൂക്ഷ്മമായ നാരുകൾ കൈകൊണ്ട് വലിച്ചെടുത്ത് പട്ടുനൂലിന് പകരമായ നൂൽ നിർമ്മിക്കുകയാണിവർ. വീട്ടമ്മമാരായിരുന്ന ഇവരിൽ പലരും പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവുമായ ഈ നൂൽ നിർമ്മാണത്തിലൂടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ഉറപ്പാക്കുന്നു. രാസവസ്തുക്കൾ ഉപയോഗിക്കാതെ പൂർണ്ണമായും പ്രകൃതിദത്ത രീതിയിലാണ് നിർമ്മാണം.
തണ്ടുകളിൽ നിന്ന് വേർതിരിച്ചെടുത്ത നാരുകൾ ഈർപ്പമുള്ളപ്പോൾ തന്നെ പരസ്പരം പിരിച്ചെടുക്കുന്നു. ഒരു ചെറിയ സ്കാർഫ് നിർമ്മിക്കാൻ പോലും ധാരാളം താമരത്തണ്ടുകൾ ആവശ്യമാണ്. അത്യധികം ക്ഷമയും വൈദഗ്ധ്യവും ആവശ്യമുള്ള ജോലിയാണിത്. തയ്യാറാക്കിയ നൂലുകൾ വസ്ത്രങ്ങളാക്കി മാറ്റുന്നു. रायपुर में ऐसा है, हमारे रायपुर में बहुत से जगहों पर कमल की खेती होती है, जिसमें बिक्री के लिए इसका कंद का भी उपयोग होता है, फूल का भी होता है, और स्टेम आता है इसका डंठल, उसका भी बिक्री होता है. स्टेम में उसका रेशा निकाल के कपड़े बनाने के लिए इसका उपयोग किया जाता है. കൈത്തറി ഉപയോഗിച്ചാണ് ലോട്ടസ് സിൽക്ക് പ്രധാനമായും നെയ്യുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവവും വില കൂടിയതുമായ പ്രകൃതിദത്ത നാരുകളിൽ ഒന്നാണിത്. താമര നൂലിൽ നിന്ന് നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ ഡിമാൻഡുണ്ട്. കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളും മറ്റ് സർക്കാർ ഏജൻസികളും സ്ത്രീകൾക്ക് താമരത്തണ്ടിൽ നിന്ന് നൂലെടുക്കുന്നതിനും അത് തുണിത്തരങ്ങളാക്കി മാറ്റുന്നതിനും ആവശ്യമായ പരിശീലനം നൽകുന്നുണ്ട്. റായ്പൂരിലെ ഈ സംരംഭം വെറുമൊരു തൊഴിൽ മാത്രമല്ല, മറിച്ച് സ്ത്രീകളുടെ ശാക്തീകരണത്തിന്റെയും പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും പുതിയൊരു മാതൃക കൂടിയാണ്. വരും വർഷങ്ങളിൽ റായ്പൂരിനെ ഇന്ത്യയിലെ പ്രധാന ലോട്ടസ് സിൽക്ക് കേന്ദ്രമാക്കി മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. IPL നിർണായക മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തി സൺറൈസേഴ്സ് ഹൈദരാബാദ്. ചെപ്പോക്കിൽ നടന്ന മത്സരത്തിൽ ചെന്നൈ 5 വിക്കറ്റിന് തകർത്ത സൺറൈസേഴ്സ് ഹൈദരാബാദ് 16 പോയിന്റുമായി പ്ലേ ഓഫിലെത്തി. 181 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഹൈദരാബാദ് 19 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഹൈദരാബാദ് ജയിച്ചതോടെ പ്ലേ ഓഫിലെത്തുന്ന മൂന്നാമത്തെ ടീമായി. തോൽവിയോടെ ചെന്നൈ പ്ലേ ഓഫ് കാണാതെ പുറത്താകലിന്റെ വക്കിലാണ്. അവസാന മത്സരത്തിൽ ഗുജറാത്തിനെ തോൽപ്പിച്ചാലും മറ്റ് ടീമുകളുടെ മത്സരഫലം കൂടി അനുകൂലമായാൽ മാത്രമേ ചെന്നൈക്ക് പ്ലേ ഓഫ് സാധ്യതയുള്ളൂ. ഫിഫ ലോകകപ്പിനുള്ള 26-അംഗ ടീമിനെ ബ്രസീൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ താരം നെയ്മർ ടീമിൽ തിരിച്ചെത്തിയതാണ് സ്ക്വാഡിലെ പ്രധാന ആകർഷണം. അതേസമയം മികച്ച ഫോമിലുള്ള ജോവോ പെട്രോയെ ടീമിൽ ഉൾപ്പെടുത്താത്തത് വലിയ ചർച്ചയായിട്ടുണ്ട്. എന്നാൽ പരുക്ക് കാരണം ലിവർപൂളിന്റെ കഴിഞ്ഞ 10 മത്സരങ്ങൾ നഷ്ടമായ പ്രമുഖ ഗോൾ കീപ്പർ എൽസൺ ബെക്കർ ടീമിൽ തിരിച്ചെത്തി. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരങ്ങളായ കാസിമെറോ, മാത്യൂസ് കുൻഹ, ന്യൂകാസിലിന്റെ ബ്രൂണോ ഗുമാരസ്, ആഴ്സണലിന്റെ ഗബ്രിയേൽ, ബ്രെൻഫോർഡിന്റെ ഇഗോർ ടിയാഗോ, ബോൺമൗത്തിന്റെ റയാൻ എന്നിവരും സംഘത്തിലുണ്ട്. ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം പൂർത്തിയാവുകയാണ്. പക്ഷേ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.